കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് 8ാം ശമ്പള കമ്മീഷന്റെ ഫിറ്റ്മെന്റ് ഫാക്ടർ റിപ്പോർട്ട്. അടിസ്ഥാന ശമ്പളവും പെൻഷനും എത്രത്തോളം വർദ്ധിക്കുമെന്ന് നിർണ്ണയിക്കുന്നത് ഈ ഫിറ്റ്മെന്റ് ഫാക്ടറാണ്. എന്നാൽ ഈ നിർണായക റിപ്പോർട്ട് ഔദ്യോഗികമായി പുറത്തുവരാൻ ജീവനക്കാർ ഇനിയും ദീർഘനാൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഏറ്റവും പുതിയ വിശകലനം സൂചിപ്പിക്കുന്നത്. അതെ, എല്ലാ ജീവനക്കാരും കാത്തിരിക്കുന്നത് ഫിറ്റ്മെന്റ് ഫാക്ടർ റിപ്പോർട്ടിനായാണ്. അടിസ്ഥാന ശമ്പളവും പെൻഷനും എത്രത്തോളം വർദ്ധിക്കുമെന്ന് നിർണ്ണയിക്കുന്നത് ഈ ഫിറ്റ്മെന്റ് ഫാക്ടർ തന്നെയാണ്. എന്നാൽ ഈ നിർണായക റിപ്പോർട്ട് ഔദ്യോഗികമായി പുറത്തുവരാൻ ജീവനക്കാർ ഇനിയും ദീർഘനാൾ കാത്തിരിക്കേണ്ടി വരും. ഏറ്റവും പുതിയ വിശകലന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. കമ്മീഷന്റെ ഔദ്യോഗിക കാലാവധി അവസാനിച്ചാലും റിപ്പോർട്ട് സമർപ്പിക്കൽ നീണ്ടുപോയേക്കാം എന്നതിന് മുൻകാല ശമ്പള കമ്മീഷനുകളുടെ ചരിത്രം തന്നെ വ്യക്തമായ തെളിവാണ്. കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി 8ാം ശമ്പള കമ്മീഷൻ രൂപീകരിച്ചത് 2025 നവംബർ 3-നായിരുന്നു. പുതിയ ശമ്പള ഘടനയും ഫിറ്റ്മെന്റ് ഫാക്ടറും ശുപാർശ ചെയ്യുന്നതിനായി കമ്മീഷൻ അനുവദിച്ചിരിക്കുന്നത് 18 മാസത്തെ സമയപരിധിയാണ്. ഇതനുസരിച്ച് 2027 മെയ് 3-നകം കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കേണ്ടതുണ്ട്. നിലവിൽ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ജീവനക്കാരുടെ സംഘടനകളുമായി കമ്മീഷൻ സജീവമായ ചർച്ചകളും വിവരശേഖരണവും നടത്തിവരികയാണ്. എന്നാൽ നിശ്ചിത സമയത്തിനുള്ളിൽ ഈ നടപടികൾ പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകുക എന്നത് കമ്മീഷനുകൾക്ക് മുമ്പിൽ എപ്പോഴും വലിയ വെല്ലുവിളിയാണ്. ശമ്പള കമ്മീഷനുകൾക്ക് തങ്ങളുടെ പഠനം പൂർത്തിയാക്കാൻ സർക്കാർ കൂടുതൽ സമയം നീട്ടി നൽകുന്നത് പതിവ് രീതിയാണ്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് 2027 പകുതിയോ അതിനുശേഷമോ മാത്രമേ സമർപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളൂ. സാധാരണഗതിയിൽ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയ ശേഷം കേന്ദ്ര ക്യാബിനറ്റ് അത് പരിശോധിച്ച് അംഗീകാരം നൽകാൻ വീണ്ടും 2 മുതൽ 6 മാസം വരെ സമയമെടുക്കാറുണ്ട്. പുതിയ ശമ്പള പരിഷ്കരണം 2026 ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തിലൂടെ നടപ്പിലാക്കാൻ സാധ്യതയുള്ളതിനാൽ റിപ്പോർട്ട് വൈകുന്നത് വഴി വലിയൊരു തുക അരിയറായി ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് ഒന്നിച്ചെത്തിച്ചേരാനുള്ള സാധ്യത കൂടിയുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.